യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനവും 1-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനമാണ്. യേശു നടന്നു വരുന്നത് കണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് ബൈബിൾ പറയും. ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, പഴയ നിയമത്തില് ഇസ്രായേൽ ജനം തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചിരുന്നു. പരിഹാരത്തിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും ബലി അവര് അർപ്പിച്ചിരുന്നു. അപ്പൊ ആ ബലിയുടെ പ്രത്യേകത, ആ ബലി കുഞ്ഞാടിനെ ബലി അർപ്പിച്ചു കഴിയും. പഴയ നിയമത്തിൽ കാണാൻ കുഞ്ഞാടിനെ ബലി അർപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ മേലുള്ള തിന്മയുടെ ബന്ധനം വിട്ടുപോകുന്നു. അവർ വിശ്വസിക്കുന്നത് ആ ഒരു വർഷം അവർ അറിഞ്ഞും അറിയാതെയും ദൈവപ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാപമോചനം കൊടുക്കുകയും അത് മുഖാന്തരം അവർക്ക് വലിയ അനുഗ്രഹങ്ങളും രക്ഷയും ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ബൈബിളിൽ ഏറ്റവും വലിയ സംഭവങ്ങളെന്നാണ് സങ്കീർത്തനം 32:1 മുതൽ വചനം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അപ്പൊ നമുക്ക് പാപങ്ങൾക്ക് മോചനം, ശരിക്കും ഈ പാപമോചനം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. ശരിക്കും നമുക്ക് നമ്മളെ തന്നെ മോചിക്കാൻ, നമ്മുടെ പാപം നമുക്ക് മോചിക്കാൻ പറ്റത്തില്ല, ആഗ്രഹിച്ചാലും പറ്റത്തില്ല, നമ്മൾ എത്ര എന്ത് നോക്കാം. പക്ഷേ ഒരുവന് പറ്റും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, നമ്മുടെ തിന്മകൾ നീക്കിക്കളയാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. അവന് തിരുരക്തം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അവിടെയുള്ള അശുദ്ധിയെ, പാപം, ബന്ധനം നീങ്ങിപ്പോകും. നൂറ്റാണ്ടുകൾ ഇസ്രായേൽ ജനം ദേവാലയത്തിലും സമാഗമ കൂടാരത്തിലും കറയറ്റ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലി നടത്തിക്കൊണ്ട് ഒരു യാത്ര ചെയ്തത് മുഴുവനും ഈ ഒരു പരിഹാര ബലിയിലേക്ക് വേണ്ടിയാണ്, കാൽവരി ബലിയിലേക്ക് വേണ്ടിയാണ്. ഈശോ ആകുന്ന ആ കുഞ്ഞാടാണ് അവിടെ മുമ്പിൽ നിന്നത്. അതാണ് സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അറക്കപ്പെടാനുള്ള കുഞ്ഞാട്, ഊനമറ്റ കുഞ്ഞാട്, കറയില്ലാത്ത കുഞ്ഞാട്, അത് ഈശോയാണ് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പീഡാനുഭവത്തിന്റെ ദിവസങ്ങൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗപിതാവ് നമ്മെ വീണ്ടെടുക്കാൻ, പാപമൂലം നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി അയച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു മിശിഹ എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവനാണ് എന്നെ വീണ്ടെടുത്ത്, അവനാണ് എനിക്ക് എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ എന്ന് ഞാൻ ഏറ്റുപറയണം. സ്വർഗം നമുക്ക് നേടിത്തരുന്നത് മറ്റാരുമല്ല, ഈശോ തന്നെ. ഈശോ പറയുന്നുണ്ടല്ലോ യോഹന്നാൻ 14:5, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല.